ഒരു വശത്ത് ഉപരോധങ്ങളുടെ വിലങ്ങുതടികൾ, മറുവശത്ത് ലോകത്തെ വൻ ശക്തിയായ അമേരിക്കയുടെ കടുപ്പിച്ച കണ്ണുകൾ. എന്നാൽ അതൊന്നും തങ്ങളെ ബാധിക്കില്ലെന്ന് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് ഇറാൻ. കേവലം ഒരു മാസത്തിനുള്ളിൽ ഏകദേശം $6 ദശലക്ഷം വിലമതിക്കുന്ന ക്രൂഡ് ഓയിലാണ് ഇറാൻ ചൈനയിലേക്ക് കടത്തിയിരിക്കുന്നത്. അന്താരാഷ്ട്ര വിപണിയെയും പ്രത്യേകിച്ച് അമേരിക്കൻ ഭരണകൂടത്തെയും ഞെട്ടിച്ച ഒരു വാർത്തയാണിത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനെതിരെ ഘോരാഘോരം പ്രസംഗിച്ച ഉപരോധങ്ങളെല്ലാം വെറും കടലാസിലായിരിക്കുകയാണ് എന്ന കാര്യമാണ് ഇപ്പോൾ ആഗോള രാഷ്ട്രീയത്തിൽ ഉയരുന്നത്. എന്താണ് ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നതെന്ന് നോക്കാം. ഇറാന്റെ സാമ്പത്തിക നട്ടെല്ല് തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അമേരിക്ക കടുത്ത ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയത്. ട്രംപ് പരമാവധി സമ്മർദ്ദം ചെലുത്തുന്ന നയമാണ് അമേരിക്ക ഇറാനെതിരെ സ്വീകരിച്ചത്. ഇറാന്റെ എണ്ണ ഉൽപാദനവും കയറ്റുമതിയും പൂജ്യത്തിലെത്തിക്കും എന്നതായിരുന്നു ട്രംപിന്റെ പ്രധാന വാഗ്ദാനം. എന്നാൽ ഇപ്പോൾ സംഭവിച്ചതോ? അമേരിക്കൻ ഉപരോധങ്ങളെയും ഉപഗ്രഹ നിരീക്ഷണങ്ങളെയും വിദഗ്ധമായി വെട്ടിച്ച് ഇറാൻ തങ്ങളുടെ എണ്ണ കച്ചവടം തുടരുന്നു. വിപണി വിലയേക്കാൾ കുറഞ്ഞ നിരക്കിൽ എണ്ണ ലഭ്യമാക്കുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ഇറക്കുമതിക്കാരായ ചൈന അത് ഇരുകൈയും നീട്ടി സ്വീകരിച്ചു. തങ്ങളുടെ കപ്പലുകളുടെ ട്രാക്കിംഗ് സിസ്റ്റം ഓഫാക്കിയും കടലിൽ വെച്ച് മറ്റ് കപ്പലുകളിലേക്ക് എണ്ണ മാറ്റിയും തികച്ചും രഹസ്യമായ രീതിയിലാണ് ഇറാൻ ഈ ഭീമൻ എണ്ണക്കടത്ത് നടത്തുന്നത്. എന്തുകൊണ്ടാണ് അമേരിക്കയ്ക്ക് ഇതിൽ ആശങ്ക? ഇതൊരു കേവല എണ്ണക്കച്ചവടം മാത്രമല്ല, ഇത് അമേരിക്കൻ ഡോളറിന്റെ ആധിപത്യത്തിന് മേലുള്ള ശക്തമായ പ്രഹരമാണ്. ഈ ഇടപാടുകൾക്കൊന്നും അമേരിക്കൻ ഡോളറോ പാശ്ചാത്യ ബാങ്കിംഗ് സംവിധാനങ്ങളോ ഉപയോഗിക്കുന്നില്ല. പകരം ചൈനീസ് യുവാനിലോ അല്ലെങ്കിൽ മറ്റ് പ്രാദേശിക കറൻസികളിലോ ആണ് ഇടപാടുകൾ നടക്കുന്നത്. ഇതുവഴി രണ്ട് കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. ഇറാന് പ്രധാനമായും ഒരു സാമ്പത്തിക ആശ്വാസം. ഉപരോധങ്ങൾക്കിടയിലും തങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെ പിടിച്ചു നിർത്താൻ ഇറാന് സാധിക്കുന്നു. മറ്റൊന്ന്, ചൈനയ്ക്ക് വില കുറഞ്ഞ ഊർജം. പാശ്ചാത്യ ഉപരോധങ്ങൾ കാരണം വലയുന്ന രാജ്യങ്ങളിൽ നിന്ന് കുറഞ്ഞ വിലക്ക് എണ്ണ വാങ്ങി ചൈന തങ്ങളുടെ ഊർജ ആവശ്യങ്ങൾ പൂർത്തിയാക്കുന്നു. അമേരിക്കൻ വിദേശ നയത്തിന്റെ പരാജയമാണ് ഇവിടെ തുറന്നു കാട്ടപ്പെടുന്നത്. ഉപരോധങ്ങൾ കൊണ്ട് ഒരു രാജ്യത്തെ പൂർണ്ണമായി ഒറ്റപ്പെടുത്താൻ കഴിയില്ല എന്നതിന്റെ വലിയ ഉദാഹരണമാണിത്. ഡൊണാൾഡ് ട്രംപിന്റെയും നിലവിലെ അമേരിക്കൻ നയതന്ത്രജ്ഞരെയും ഉറക്കം കെടുത്തുന്നതാണ് ചൈനയും ഇറാനും തമ്മിലുള്ള ഈ അച്ചുതണ്ട്. ചൈനയെ സമ്മർദ്ദത്തിലാക്കാൻ അമേരിക്ക ശ്രമിക്കുമ്പോഴെല്ലാം ഇറാനുമായുള്ള ബന്ധം ശക്തമാക്കി ചൈന മറുപടി നൽകുന്നു. റഷ്യ, ഇറാൻ, ചൈന എന്നീ രാജ്യങ്ങളിൽ ചേർന്ന് സ്വീകരിക്കുന്ന പുതിയൊരു സാമ്പത്തിക ശ്രമം അമേരിക്കൻ മേധാവിത്വത്തിന് വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത്. സത്യത്തിൽ ഉപരോധങ്ങൾ കൊണ്ട് ലോകത്തെ ഭരിക്കണമെന്ന് പാശ്ചാത്യ രാജ്യങ്ങളുടെ ധാരണയ്ക്കുള്ള മറുപടിയാണ് ഒരു മാസത്തിനുള്ളിൽ നടന്ന ഈ ഭീമൻ എണ്ണ കൈമാറ്റം. അമേരിക്കയുടെ ഉപരോധ കണ്ണുകളെ വെട്ടിച്ച് ഒഴുകുന്ന ഈ എണ്ണ കേവലം ഒരു ഇന്ധനം മാത്രമല്ല, അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിലെ അധികാര സമവാക്യങ്ങൾ മാറ്റിവെക്കുന്ന ഒന്നാണ്. ട്രംപിന്റെയും അമേരിക്കയുടെയും ഭീഷണികൾക്കിടയിലും ഈ രഹസ്യ എണ്ണപ്പാലം ഇനിയും ശക്തമാക്കി മുന്നോട്ടു പോകുമോ? വരും ദിവസങ്ങളിൽ ലോകരാഷ്ട്രീയം ഉറ്റുനോക്കുന്നത് ഇതിലേക്കായിരിക്കും.